ഹലോ എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. സോ ആക്ച്വലി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ടോപ്പിക്സ് എടുക്കുന്നതല്ല. ഹൗ ടു സ്റ്റഡി ഇക്കണോമിക്സ് അഥവാ ഇന്ത്യൻ ഇക്കോണമി ഫോർ UPSC. സോ ഇതിലാദ്യം പറയാനുള്ളത് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. അതായത് നിങ്ങളിപ്പോൾ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അവരുടെ കയ്യിൽ അവർ തരുന്ന നോട്ട്സിൽ ബേസിക്സ് ഉണ്ടാവും, സ്റ്റാൻഡേർഡ് ബുക്സിലുള്ള കോൺസെപ്റ്റ് ഉണ്ടാവും. സോ അത് ഫോളോ ചെയ്യുക. എവിടെയും ജോയിൻ ചെയ്യാണ്ട് സെൽഫ് സ്റ്റഡി ചെയ്യുന്ന കുട്ടികളോട് ഞാൻ പറയുന്നത് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ക്ലാസ് 9, 10, 11, 12 NCERTs സ്റ്റാർട്ട് ചെയ്യുക. അതിൽ മൈക്രോ ഇക്കണോമിക്സ് ഒന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് അല്ല, മാക്രോ ഇക്കണോമിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. സോ ബേസിക്സ് കവർ ചെയ്തതിന് ശേഷം നല്ലൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക. വോട്ട് യു മീൻ ബൈ GDP, വോട്ട് യു മീൻ ബൈ GNP, നാഷണൽ ഇൻകം കംപ്ലീറ്റ് എന്താണ്, ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്താണ്, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് പിന്നെയുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്താണ് ഈ കോൺസെപ്റ്റ് എന്നൊക്കെ. കോൺസെപ്ച്വൽ നോളജിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുക്കുക. 70% ഇമ്പോർട്ടൻസ് കോൺസെപ്റ്റ് നോളജിന് കൊടുക്കുക. അത് നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ബൈ ഹാർട്ട് ഇരുന്ന് നോട്ട്സ് ഉണ്ടാക്കി പഠിച്ചുകൊണ്ട് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞ് സ്വന്തമായിട്ടുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി ശീലിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ അത്രയും ഹെൽപ്പ് ചെയ്യും. പിന്നെ രമേശ് സിംഗാൽ ആൻഡ് ശ്രീറാം ഇന്ത്യൻ ഇക്കോണമി നോട്ട്സ്, ബജറ്റ്സ് ആൻഡ് ഇക്കണോമിക്സ് സർവേ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രമേശ് സിംഗാൽ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ്. ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് ജോയിൻ ചെയ്ത് അതിൻ്റെ നോട്ട്സൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവിടെ. പ്ലസ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് വേണമെന്നാണെങ്കിൽ മന്ത്ലി 500 rupees ഫീസ് വരുന്ന ബാച്ചസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നോട്ട് 500, 699 rupees, 699 rupees മന്ത്ലി ഫീസ് വരുന്നൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ശ്രീറാം ഇന്ത്യൻ ഇക്കോണമി നോട്ട്സ് ആക്ച്വലി നല്ല കുറച്ചും കൂടി ഒരു കോൺസെപ്റ്റ്വൽ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഇവിടെ ആഡ് ചെയ്തത്. പിന്നെ ബഡ്ജറ്റ് ആൻഡ് ഇക്കണോമിക് സർവേ, അത് രണ്ടിനും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബഡ്ജറ്റ് വരുന്ന സമയത്ത് എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഇൻകം എത്രയാണ്, എക്സ്പെൻഡിച്ചർ എത്രയാണ്, എന്തൊക്കെ സ്കീംസാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ലൈക്ക് GDP, GNP, നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ, പിന്നെ ഫിസിക്കൽ പോളിസി, പിന്നെ മോണിറ്ററി പോളിസി, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. RBI എന്താണ്, റിപ്പോ റേറ്റ് എന്താണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്, CRR എന്താണ്, SLR എന്താണ്, സ്റ്റാൻഡിങ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്താണ്, തുടങ്ങിയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഒന്ന് നോക്കി വെക്കുക. പിന്നെ NPA, ബേസിൽ നോംസ്, ഡിജിറ്റൽ ബാങ്കിങ് ഒക്കെ എന്താണ് നോക്കി വെക്കുക. നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ എങ്ങനെയാണ് സെൻട്രൽ ബാങ്ക് വർക്ക് ചെയ്യുന്നത്, RBIയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ബാങ്കുകൾ ലോൺ എടുക്കുന്നത്, സോ റിപ്പോ റേറ്റ് എന്താണ്, അതെങ്ങനെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോളജ് വേണം. എക്സ്റ്റേണൽ സെക്ടർ, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, പോവേർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ഇനീക്വാലിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു നോളജ് വേണം. പിന്നെ എല്ലാ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്യുക. എന്ന് വെച്ചാൽ ഡെയിലി ഒന്നുകിൽ ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് ഏതെങ്കിലും ഒന്ന് എന്തായാലും വായിക്കുക. പിന്നെ അത് രണ്ടും കണക്ട് ചെയ്യുക. അത് നിങ്ങൾ പഠിക്കുന്ന കോൺസെപ്റ്റായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രിലിംസിന് ഫാക്ച്വൽ നോളജ് ഗെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ശ്രമിക്കുക. PYQs സോൾവ് ചെയ്യുക. പിന്നെ UPSC മെയിൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഉണ്ടാവണം. അത് എഴുതി മാക്സിമം ശീലിക്കുന്നത് നിങ്ങൾ അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ചെയ്യും. സോ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് എന്തായാലും ഉണ്ടായിരിക്കണം. പിന്നെ റിവിഷൻ ആൻഡ് PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ചെയ്യും. ആൻഡ് എ ഗോൾഡൻ റൂൾ, UPSC wants understanding, not deep technical economics. ഡീപ്പായിട്ട് ഡെപ്തായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ലിമിറ്റഡ് ആയിരിക്കണം. പഠിക്കുന്ന എന്ത് മെറ്റീരിയലാണെങ്കിൽ അത് ലിമിറ്റഡ് ആയിരിക്കണം. ബിക്കോസ് ലോട്ട് ഓഫ് തിങ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഒരുപാട് കാര്യങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് അൾട്ടിമേറ്റ്ലി ഒന്നും റിവൈസ് ചെയ്യാൻ പറ്റില്ല. സോ UPSC wants understanding, not deep technical knowledge. സോ ട്രീറ്റ് ആസ് എ മിക്സ് ഓഫ് ജനറൽ നോളജ്, ലോജിക് ആൻഡ് കറണ്ട് അഫയേഴ്സ്. എല്ലാത്തിലും ഒരു ജനറലിസ്റ്റ് ആയിട്ടൊക്കെ മാക്സിമം ശ്രമിക്കുക. ഒന്നിലും അൾട്ടിമേറ്റ്ലി എന്താ പറയുക പ്രൊഫഷണൽ ആവുന്നതിന് പകരം ഒന്നിലും അൾട്ടിമേറ്റ്ലി നമ്മൾ അടിപൊളിയായിട്ട് പോകുന്നതിനനുസരിച്ച് ബാക്കി ടോപ്പിക്സ് നമുക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നാഷണൽ ഇൻകം, ഓക്കെ, GDP, GNP, NNP എന്താണ്, ഡെപ്രിസിയേഷൻ എല്ലാം പ്രോപ്പർലി പഠിച്ചു. പക്ഷേ ബാങ്കിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ അത് പ്രശ്നം. ബിക്കോസ് എല്ലാത്തിലും ജനറലായിട്ട് മനസ്സിലാക്കി വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നിൽ നന്നായിട്ട് പഠിച്ചു, മറ്റേതിൽ ഭയങ്കര കുറവാണ് പഠിച്ചതാണെങ്കിൽ അൾട്ടിമേറ്റ്ലി അത് അവസാനം ഹെൽപ്പ് ചെയ്യില്ല. സോ ഇത് മനസ്സിലാക്കിയിട്ടാണ് മുമ്പോട്ടേക്ക് പോകാൻ. ടെലിഗ്രാം ചാനൽ, വാട്സാപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ജോയിൻ ചെയ്യുക. അഡ്മിൻ ഞാനാണ്. ഡൗട്ടിന് എന്നോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ.